GWLP സ്കൂൾ എന്ന ആ ഒരു നാമത്തിൽ നിന്ന് ആ എൽ പോയിട്ട് അവിടെ ഒരു യു എങ്കിലും ഉയർത്തിയാൽ എത്രയോ നന്നായിരുന്നു എന്നാണ് ഓരോ രക്ഷിതാക്കളും ഇവിടെ കാലങ്ങളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മക്കൾ, പിഞ്ചു മക്കൾ, 5ാം ക്ലാസ്സിൽ ഇവിടെ കഴിഞ്ഞു പോകുന്ന പിഞ്ചു മക്കള് ഏതുവരെ 8 കിലോമീറ്ററോളം ദൂരമുള്ള സ്കൂളിലേക്ക് ബസ് യാത്ര ചെയ്ത്, അതായത് അവർക്ക് ഓട്ടോ കൂലി കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തികാവസ്ഥയാണ് അവരുടെ രക്ഷിതാക്കൾക്കുള്ളത്. അപ്പോൾ ആ ബസ്സിലൂടെ അവർ യാത്ര ചെയ്യുന്ന കുടയും ചൂടി ഭാരമുള്ള ബാഗും തൂക്കി ആ തിങ്ങി നിറഞ്ഞ ബസ്സിൽ യാത്ര ചെയ്യുന്ന ദുരിതം ആ മക്കൾക്ക് മാത്രമേ അറിയുള്ളൂ. തീർച്ചയായിട്ടും അത് അനുഭവിക്കുന്ന മക്കള് എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് ഞാനത് വളരെയധികം സങ്കടത്തോടെ പറയാണ്. എൻ്റെ ഇപ്പോൾ കാസർഗോഡ് പഠിക്കുന്നുള്ള എൻ്റെ മോൻ ഇന്നും ആ സ്കൂളിലേക്ക് പോകാൻ അവൻ കാണിക്കുന്ന ആ മടി, അത് ആ ബസ്സിലൂടെ യാത്ര ചെയ്യുന്ന ആ ദുരിതം തന്നെയാണ്. ഈ സ്കൂൾ +2 വരെയെങ്കിലും ആവാനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളെ പിഞ്ചു മക്കള് 7ാം ക്ലാസ് വരെയെങ്കിലും ഇവിടെ പഠിച്ചു കൊള്ളട്ടെ, അതിനുള്ള അവകാശങ്ങളെങ്കിലും ആ പിഞ്ചു മക്കൾക്ക് ഒന്ന് കൊടുക്കാൻ അധികൃതർ ഒന്ന് കണ്ണു തുറന്നെങ്കിൽ എന്നാണ്. ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട നമ്മുടെ കന്നഡ സർക്കാരിൻ്റെ അവാർഡും കിട്ടിയ, കർണാടക സർക്കാരിൻ്റെ അവാർഡും കിട്ടിയ നമ്മുടെ പ്രിയങ്കരനും നമ്മുടെ നാട്ടുകാരനുമായ, അതിലുപരി കന്നഡ പാഠ്യപദ്ധതിയിൽ 7, 8, 9ാം ക്ലാസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ കാവ്യം, അദ്ദേഹത്തിൻ്റെ കവിത പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തി ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ ഉളിയ, അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ സർ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർമാരായ ബഷീർ, ഹബീബ്, രതീഷ്, വ്യത്യസ്ത ചോദ്യം. 150 വർഷം കഴിഞ്ഞു, ഇനി എപ്പോൾ എന്നുള്ളതിനെ ആദ്യം ഒന്ന് സൂചിപ്പിക്കാനുള്ളത് വ്യാപാരികളോട് ചേർ വരുന്നുണ്ട്. ഈ സംവിധാനത്തെ, ഈ പറയുന്ന നമ്മുടെ ഈ സമരത്തെ പിന്തുണച്ചു കൊണ്ടുവന്നു. ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ആളുകൾ. കാരണം ആളുകൾ പല അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ പല ആളുകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ പോലും അതൊക്കെ വകവയ്ക്കാതെ നമ്മുടെ സ്കൂളിനെ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച ആളുകൾ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് ഉറപ്പാണ്. അത്തരം ആളുകളാണ് ഇവിടെ എത്തിയതെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇവിടെ കൈക്കുഞ്ഞിനെ കൊണ്ട് പോലും വന്നിട്ട് ആളുകളുണ്ട്. അത് കാണുമ്പോൾ തന്നെ നേരത്തെ നമ്മുടെ രാധാകൃഷ്ണൻ സാർ പറഞ്ഞു, ഇതൊരു ഊർജമാണ്. കാരണം ഈ ഒരു കൈക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഈ സമരപന്തിലേക്ക് വരുന്നെങ്കിൽ അവരുടെ താല്പര്യം എത്രത്തോളം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കണ്ണ് തുറന്ന് അധികൃതർ കാണണമെന്നാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 150 വർഷമായി നമ്മുടെ സ്കൂളിൽ ഇതുവരെ അപ്ഗ്രേഡേഷൻ ഉണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനികൾ അടക്കം പഠിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പട്ളയിൽ സ്കൂളുണ്ട്. പട്ളയിലുള്ള ആളുകൾ ചോദിക്കാറുണ്ട് തമാശ രൂപത്തിലാലെങ്കിലും, നിങ്ങൾ നാട്ടുകാർ ഉഷാറില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം സ്കൂൾ ഉയരാത്തത്. പല ആളുകളും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ സ്കൂളിനെ പരിഗണിക്കാതെ ഇരിക്കുമ്പോൾ വല്ലാത്ത വിഷമാണ്. ഒരിക്കലും അംഗീകരിക്കാത്ത വിഷമമാണ്. കാരണം ഞാൻ സൂചിപ്പിച്ചു, 109 വർഷമായി. ഇനി എപ്പോ എന്നാണ് പല ആളുകളും നമ്മളോട് ചോദിക്കാറ്. മന്ത്രിമാർക്ക് നിവേദനം കൊടുത്തു. ഇനി ഇവിടെ വരാൻ ഇല്ലാത്ത മന്ത്രിമാരില്ല, എല്ലാ മന്ത്രിമാരുണ്ട്. ഇവിടെ ഓരോരോ ബോർഡുകളും നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ, നമ്മളൊന്ന് അവരെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഓരോ ബോർഡുകളിലും ഓരോ മന്ത്രിമാരും, വ്യത്യസ്ത സർക്കാരുകൾ ഉണ്ടായിട്ടും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാവരും വന്ന് പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്കൂൾ ആയിട്ടില്ല. ബഹുമാനപ്പെട്ട വിനയത്തോടെ വേദനയോടെ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി കാസർഗോഡ് നമ്മുടെ സ്കൂളിൽ വന്നിട്ട് പറഞ്ഞിരുന്നു,
ആദ്യമായിട്ട് ഇനി ഒരു അപ്ഗ്രേഡേഷൻ കൊടുക്കുമെങ്കിൽ നമ്മുടെ സ്കൂളിനെ പരിഗണിക്കാമെന്ന് അത് നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ചു. നമുക്കത് പറ്റും, നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഈ അടുത്ത കാലത്ത് വളരെ വിഷമം തോന്നിപ്പോയി. വിഴിഞ്ഞത്ത് ഒരു സ്കൂളിന് അപ്ഗ്രേഡേഷൻ കൊടുത്തു. വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ സ്കൂളിനെ പരിഗണിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ പരിഗണിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, സർ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കുട്ടികൾ കുറവെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാസർഗോഡ് മധൂർ പഞ്ചായത്തിലെ ഇത്രയോളം കുട്ടികളുള്ള ഒരു LP സ്കൂളിനെ നമുക്ക് കാണിക്കാൻ കഴിയില്ല. UP സ്കൂളുകളെ എടുത്തു നോക്കിയാൽ പോലും നമ്മൾ അത്ര കുട്ടികൾ പോലും ഇതിന്റെ പകുതിയിൽ ശതമാനം പോലും കുട്ടികളില്ല. നമ്മുടെ സ്കൂള്, നമ്മുടെ അന്തരീക്ഷം അറിയാം. ഏത് സ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ബൗണ്ടറിയാണ്, ഒരു സ്ഥലമാണ് ഒളയത്തടുക്ക എന്ന് പറയുന്നത്. ആര് ചോദിച്ചാലും ഇവിടെ ഇന്നും LP എന്നാണ് പല ആളുകളും തമാശ രൂപത്തിൽ ചോദിക്കുന്നത്. ഏത് സാഹചര്യമുണ്ട് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്ത് ചോദിക്കുകയാണ്. നമ്മുടെ ഇലക്ഷൻ വരുന്നുണ്ട്, പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ എന്റെ ജനപ്രതിനിധികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ നടക്കാത്തൊരു കാര്യമില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ, പിന്തുണച്ചാൽ, നിങ്ങൾ ഒരു വാക്ക് സംസാരിച്ചാൽ, നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ಅವರೋಡೆ ಫೋರ್ಸ್ ಮಾಡಿ ಅಂತಹ ಒಂದು ಚರಿತ್ರೆ ಇರುವಂತಹ ಒಂದು ಶಾಲೆ ಸಿರಿಬಾಗಿಲು ಸರ್ಕಾರಿ ವೆಲ್ಫೇರ್ LP ಶಾಲೆ. ಕ್ರೀಡಾಂಗಣ ಇದೆ, ಎಲ್ಲವೂ ಇದೆ. ಆದರೆ ಇದನ್ನು ಬಡ್ತಿಗೊಳಿಸಲು 5ನೇ ತರಗತಿಯಿಂದ 6, 7 ತರಗತಿಯವರೆಗೆ ಏರಿಸಲು ಎಷ್ಟು ಮನವಿ ನೀಡಿದರೂ ಕೂಡ ಆ ಮನವಿ ಗಾಳಿಗೆಲ್ಲ ತೂರಿ ಹೋಗಿದೆ. ಮರಳಿ ಅಧಿಕಾರಕ್ಕೆ ಬಂದಂತಹ ಸರ್ಕಾರಗಳು, ಆಡಳಿತ ವ್ಯವಸ್ಥೆ, ಇದೆಲ್ಲ ഒരു PTA പ്രസിഡന്റ് വളരെ ശക്തമായി ആ നിവേദനം ബന്ധപ്പെട്ടവർക്ക് അയക്കുകയും പിന്നിട്ട് അവരെ നേരിട്ട് കാണുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഒരു നെഗറ്റീവ് അപ്രോച്ച് വന്ന സ്ഥിതിക്കാണ് ഇന്നത്തെ ഈ സത്യാഗ്രഹം, ഇന്നത്തെ ഈ നിരാഹാര സത്യാഗ്രഹം ഈ സ്കൂളിന്റെ മുമ്പിലാണ് തുടങ്ങുന്നത്. ഇപ്പോൾ സകരിയ കുഞ്ഞിലിനെ പറയുകയാണെങ്കിൽ അയാൾ PTA പ്രസിഡന്റായിട്ട് ആദ്യം വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായി, അതിനുശേഷം പ്രസിഡന്റായി. ആ കാലം മുതലേ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു വാസ്തവ സത്യമാണ്. ഇന്ന് അയാളുടെ നേതൃത്വത്തിലാണ് ഈ സമരം നയിക്കുന്നത്. അയാൾ ഒറ്റക്കായി ഞാൻ നിരാഹാരം ഇരിക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ അയാൾക്ക് EMS നമ്പൂതിരിപ്പാട് ഇവിടെ വന്നിട്ട് ഈ ആ കാണുന്ന ഓടിട്ട കട്ടടം ഉദ്ഘാടനം ചെയ്ത സന്ദർഭമുണ്ടായി. അതിനുശേഷം മന്ത്രിമാർ, ഒരുപാട് മന്ത്രിമാർ, CH മുഹമ്മദ് കോയ, ചാക്കീരി അഹമ്മദ് കുട്ടി, ഈയിടക്ക് വന്ന നമ്മുടെ ശിവൻകുട്ടി, എല്ലാവരും വന്ന ഒരു സ്കൂളാണ്. അവർ വന്ന സമയത്തെല്ലാം നമ്മൾ നിവേദനം കൊടുത്തു സ്കൂളിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അവർ ഇവിടുന്ന് സമ്മതിച്ചിട്ട് പോകും. പക്ഷെ അവിടെ എത്തിയാൽ അത് കാണാനില്ല, അവരത് മറന്നു പോകും. ഇതുവരെ നടന്നത് അങ്ങനത്തെ ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സത്യാഗ്രഹം ഇപ്പൊ ഇവിടെ നിരാഹാരം ഇരിക്കുന്നത് അതിൻ്റെ ഒരു ആദ്യഘട്ടമാണ്. നമ്മുടെ ഒരു സമരത്തിന്റെ ആദ്യഘട്ടമാണ്. 2 മാസം കഴിഞ്ഞിട്ട് ഇതിന് യാതൊരു മറുപടി ഇല്ലെങ്കിൽ നമ്മൾ കളക്ടറേറ്റിൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ മുൻഭാഗത്തിൽ നമ്മൾ സമരമായിരിക്കും. അതിനും യാതൊരു പോസിറ്റീവ് അപ്രോച്ച് ഇല്ലെങ്കിൽ നമ്മൾ സെക്രട്ടേറിയറ്റിൽ സമരമായിരിക്കും. ഇങ്ങനെയാണ് ഈ സമരത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരും, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും, ഒരുപാട് മാസ്റ്റർമാരും, ഒരുപാട് വേറെ ഗവൺമെൻറ് തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പഠിച്ച ഒരു സ്കൂളാണ് ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂൾ സിരിബാഗിലു. പാവപ്പെട്ട ദരിദ്രർക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സ്കൂളാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ സഭയിലിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ, ധർമ്മപാല. അയാൾ റിട്ടയർഡ് രജിസ്റ്ററായിട്ട് കർണാടകത്തിൽ റിട്ടയർഡ് ആകുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മുടെ ഈ സമരത്തിനൊരു പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്.
ഉളിയത്തെടുക്ക എന്ന് പറഞ്ഞാൽ അതൊരു പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഇതിനൊരു പ്രാചീനമായ ചരിത്രമുണ്ട്. ഈ സ്കൂള് മാത്രമല്ല, സിരിബാഗിലും രാമയ്യ നായിക്ക് സ്കൂളിന് വേണ്ടി 6 ഏക്കർ സ്ഥലം ദാനം ചെയ്താലും ഈ ഉളിയത്തെടുക്കുന്ന പറയുന്ന ഒരു സ്ഥലത്തിന് ഒരു പ്രാചീനമായ ഒരു ഇതിഹാസമുണ്ട്. ഇവിടെ ഒരുപാട് കർഷക പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. സമരത്തിന്റെ ഒരു മുഖങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ സ്ഥലത്ത് പണ്ടത്തെ ചരിത്രം നമ്മൾ നോക്കിയാൽ ഒരുപാട് സമരങ്ങൾ, ഒരുപാട് വിപ്ലവങ്ങൾ ഇങ്ങനെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഉളിയത്തൊടുക്ക എന്ന സ്ഥലം. അപ്പം അതിനൊരു പ്രത്യേകമായ ഒരു ഐതിഹ്യമുണ്ട്, ചരിത്രമുണ്ട്. മധൂർ പഞ്ചായത്തിന്റെ ഹൃദയഭാഗമാണ് ഈ പ്രദേശം. പഞ്ചായത്ത് ഓഫീസ് ഇവിടെയുണ്ട്, എല്ലാ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്, കൃഷിഭവനുണ്ട്, എല്ലാ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു സ്കൂൾ ഇവിടെ നിലയുറപ്പിക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ അപ്ഗ്രേഡിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത്, അതെല്ലാവർക്കും ഒരു ആവശ്യമായ ഒരു സംഗതിയാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ പ്രസംഗിത്തവരെല്ലാം പറഞ്ഞു, 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ ഒന്നോ നായമറമലേക്ക് പോകും, അല്ലെങ്കിൽ കാസർഗോഡ് പോകും. ബസ്സിൽ ഭയങ്കര തിരക്കുണ്ടാവും. കുട്ടികൾക്ക് ഭയങ്കര ഒരു വിഷമുള്ള ഒരു സംഗതിയാണ്. അപ്പം അങ്ങനെ ഒരു ഇത് നേരിടുമ്പോൾ ഈ സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കടമയാണ്. അതിന് അവരെ കണ്ണു തുറപ്പിക്കാനുള്ള ഒരു വഴിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ സക്കരിയ കുഞ്ഞിനെ കുറിച്ച് ഞാൻ പ്രഖ്യാപിച്ചു. അപ്പോൾ സക്കരിയ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലും യാഥാർത്ഥ്യത്തിലും എല്ലാത്തിലും ഈ സ്കൂളിനെ ഒരു ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അയാളുടെ ഒരു അയാൾക്കൊരു പിന്തുണ കൊടുക്കേണ്ടത് നമ്മളെല്ലാവരും കടമയാണ്. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ, ഈ സ്കൂളിൻ്റെ പേരൻസ് എന്ന നിലയിൽ, ഈ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന നിലയിൽ, ഈ സ്കൂളിൻ്റെ സുഹൃത്തുക്കൾ എന്ന നിലയിൽ, അഭിമാനികൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും ಈ ಸಮರത്തിനെ ವಿಜಯಿಪಿക്കണം ಎಂದು ಮಾತ್ರ ನಾನು ಆಗ್ರಹಿക്കുന്നു. ನಾವೆಲ್ಲ ತಿಳಿದ ಹಾಗೆ ಈ ಶಾಲೆಗೆ ಇತಿಹಾಸವಾದಂತಹ ಒಂದು ಭವ್ಯವಾದಂತಹ ಒಂದು ಪರಂಪರೆ ಇದೆ. ಆ ಪರಂಪರೆಯನ್ನು ನಾವು ಕಟ್ಟಬೇಕು. ಆ ಪರಂಪರೆಯನ್ನು ನಮ್ಮ ಹೊಸ ಜನಾಂಗಕ್ಕೆ, ನಮ್ಮ ಯುವ ಜನಾಂಗಕ್ಕೆ ಅದನ್ನು ತಿಳಿಸುವಂತಹ ಒಂದು ಕೆಲಸ ಆಗಬೇಕು. ಅದು ಇಂತಹ ಸಭೆಗಳಿಂದ ಮತ್ತು ಇಂತಹ ಈ ಸಮರಗಳಿಂದ ಮಾತ್ರ ಸಾಧ್ಯ. ಕೇವಲ ಸರ್ಕಾರಕ್ಕೆ ಮಾತ್ರ ಅಲ್ಲ, ಕೇವಲ ಸರ್ಕಾರದ ಕಣ್ಣು ತೆರೆಸುವುದು ಮಾತ್ರ ಇದರ ಉದ್ದೇಶ ಅಲ್ಲ. ನಮ್ಮ ಊರವರಿಗೆ, ನಮ್ಮ ಯುವ ಜನರಿಗೆ ഈ ശാലയെ ಬಗ್ಗೆ ತಿಳಿಬೇಕು. നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ യുവതലമുറ വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം. ഇപ്പൊ ഇവിടെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് വലിയ വലിയ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്, നേരത്തെ വന്നിട്ട് പോയി ഒരുപാട് ആൾക്കാർ. പക്ഷെ ഞാൻ ഒന്നുമല്ല. എന്നാലും ഇതിന് ഉദ്ഘാടനത്തിന് വിളിച്ചത് വളരെ ഒരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. ഞാൻ പഠിച്ച സ്കൂളാണ്. എൻ്റെ അമ്മ ഇവിടെ ടീച്ചറായിട്ടുണ്ടായി, നമ്മുടെ ഇപ്പോഴത്തെ ടീച്ചറെ ടീച്ചറായിട്ടുണ്ടായി, ആ ടീച്ചറും ഇവിടെ പഠിച്ചതാണ്. ഇങ്ങനെ എല്ലാ നാട്ടുകാരും, ഇപ്പോൾ ഇവിടുത്തെ മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പറിൽ മിക്ക ആൾക്കാരും ഇവിടെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിനെ, ഇപ്പോൾ സക്കറിയ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്തിനെ ഇവിടെ ആക്കാം. പഞ്ചായത്ത് മെമ്പർമാർ, അത്ര മെമ്പർമാർ ഇവിടെ ഉണ്ടായി. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും, ഇപ്പോൾ ഇവിടെ നമ്മുടെ പത്രപ്രവർത്തകനും കവിയുമായ രവീന്ദ്രൻ പാടി എത്തിയിട്ടുണ്ട്. രവീന്ദ്രൻ പാടി നമ്മുടെ ഈ നാട്ടിനെ കുറിച്ചും നമ്മുടെ കാസർഗോഡിനെ കുറിച്ചും ദക്ഷിണ കേരളത്തിൻ്റെ എല്ലാ പത്രത്തിലും എഴുതുന്ന ഒരാളാണ് രവീന്ദ്രൻ പാടി. അപ്പോൾ അവരെ ഞാൻ പ്രത്യേകമായി ക്ഷണിച്ചതാണ്, അവർക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അങ്ങനെ ഈ പരിപാടി വളരെ സന്തോഷമായി ഉദ്ഘാടനം ചെയ്തിനി. ഇനി കുറേ സംസാരിക്കാനുമുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും സംസാരിക്കാം. നമ്മൾ തുടങ്ങി ആ സമരം നയിക്കാൻ സക്കറിയ കുഞ്ഞിൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ തീരുമാനിക്കാം. എല്ലാവരും സന്തോഷിക്കുന്നു. നമസ്കാരം. നമ്പറുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടും ഞങ്ങൾക്കിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലാതെ ഇതുവരെ ഇതിനെ പറ്റിയിട്ട് ഒരു ഇതും മുന്നോട്ട് പോയിട്ടില്ല. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ സക്രിയ ചെയ്ത ഈ നിഹാര സത്യാർത്ഥിനി ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഫുൾ പിന്തുണയുമായി ഞാൻ ഇത് ഈ ബാക്കി നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഞങ്ങളിവിടെ ഈ ഉദ്ഘാടനത്തിന് വന്ന നമ്മളെ എഡ്യൂക്കേഷൻ മന്ത്രി ഞങ്ങൾക്ക് വർക്ക് തന്നതാണ്. ഞങ്ങളിവിടെ ഈ
അപ്ഗ്രേഡ് ചെയ്യുന്നു. ഈ സ്കൂള് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇവിടെ ഞങ്ങൾക്ക് ഒരു തന്നതാണ്. അപ്പോൾ ഈ സക്രിയക്ക് ഞങ്ങളെ പഞ്ചായത്തിൻ്റെ വകയിൽ ഞങ്ങൾ അവന് പിന്തുണ നടത്തുന്നു. എന്തെന്നില്ല, ഞങ്ങളെ ഈ സ്കൂള് ഒരു എത്രയോ 150 വർഷമായി ഈ സ്കൂള് ഇതേ രീതിയിലാണുള്ളത്. അപ്പോൾ ഈ സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറേ നിവേദനങ്ങളും കൊടുത്തു പഞ്ചായത്ത് മുഖാന്തരം. അതേപോലെ ഇവിടെ പോയി ഒരു PTA പ്രസിഡൻറ്റ്, അതേപോലെ ഞങ്ങളെ കവി രാധാകൃഷ്ണൻ, ഇവരെല്ലാവരും കൂടി ഇനി ഇവിടുന്ന് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നെങ്കിൽ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഇതും വന്നിട്ടില്ല. എന്നതല്ലാതെ അപ്ഗ്രേഡ് ചെയ്യാൻ മാത്രം പറഞ്ഞു പോയതല്ലാതെ MLA ഉപവാസ സമരം നമ്മുടെ പഞ്ചായത്ത് PTA പ്രസിഡന്റ് സക്കറിയ അവർ അന്ന് ഫോൺ വിളിച്ച് പറഞ്ഞതാണ് ഒരു ദിവസം നിരാഹാരം ഇരിക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കവി ആദരണീയനായിട്ടുള്ള രാധാകൃഷ്ണൻ അവർ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അവർ, കൂടിയിരിക്കുന്ന മെമ്പർമാർ, അതുപോലെ തന്നെ നാട്ടുകാരെ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് നമ്മൾ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് പോയതാണ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി. അന്ന് നമുക്കൊരു ഉറപ്പ് തന്നതാണ്, ആ വേദിയിൽ വെച്ചിട്ട് ഈ സ്കൂളിൽ നമുക്ക് കൈതൊത്ര പട്ടം അപ്ഗ്രേഡ് ചെയ്യുമെന്ന്. ഇതുവരെ ചെയ്തില്ല. അപ്പോൾ നേരത്തെ സക്കറിയ പറഞ്ഞു, തിരുവനന്തപുരത്തെ ഒരു വിലിഞ്ഞ സ്കൂളിൽ, ആ വിലിഞ്ഞ എന്ന പ്രദേശത്തിൽ ഒരു സ്കൂൾ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തു. ഏതായാലും ഞാൻ കൂടി ഒരു വർഷം പഠിച്ച സ്കൂളാണ്. 5ാം ക്ലാസ്സിൽ ഞാൻ 84-85 കാലഘട്ടത്തിൽ 5ാം ക്ലാസ്സിൽ കന്നഡ പഠിച്ച വ്യക്തി, പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, കുറേ സ്ഥലങ്ങൾ നമുക്കുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഈ പിന്തുണ ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് ഈ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും പേരൻസും നാട്ടുകാരും വ്യാപാരികളും എല്ലാ സന്നദ്ധ സംഘടനകളും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും. അതായത് രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിച്ചാൽ ഇതിൽ രാഷ്ട്രീയമില്ല, നമുക്ക് രാഷ്ട്രീയമില്ല. സ്കൂള് എല്ലാവർക്കും വേണം, അവരുടെ പേരൻസിൻ്റെ മക്കളും കൂടെ പഠിക്കണം. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമില്ല. നമുക്ക് ആരെ, നേരത്തെ സക്കറിയ പറഞ്ഞു, ആരെ കാല് പിടിക്കേണ്ടത്, ഇത് കാല് ആര് വേണമെങ്കിൽ നമുക്ക് പിടിക്കാൻ തയ്യാറാ. നേരത്തെ ഒരു ദിവസം മുമ്പ് നമ്മൾ പ്രതിഷേധ പ്രകടനം നടത്തി വളർത്തടുക്ക ടൗണിൽ വെച്ചൊരു പ്രതിഷേധ പ്രകടനം നടത്തി. എല്ലാ ജനപ്രതിനിധികളും പങ്കെടുത്തു, നല്ലൊരു പ്രതിഷേധം നടത്തി. ഇനിയും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എല്ലാവരും നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് സെക്രട്ടേറിയറ്റ് വരെ നമുക്ക് ധരണം ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും തയ്യാറാവണം. നമുക്ക് നമ്മൾ എത്ര കാലം ജീവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഭാവിയിൽ വരുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടി 109 വർഷമായി ഈ സ്കൂള്. ഇനിയുള്ള തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം പകർന്നു നൽകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. ഏതായാലും ഈ ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി വരുമ്പോൾ നിവേദനം കൊടുത്തു, തീർച്ചയായും പരിഗണിക്കാമെന്നുള്ള ഉറപ്പും തരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നടക്കുന്നില്ല. ഏതോ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. ഇനിയും വരുന്ന ആളുകളിൽ ഇതിനേക്കാളും വളരെ വമ്പിച്ച ജനപിന്തുണയോടുകൂടി ഈ നമ്മുടെ മധൂർ പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുകൊണ്ട് നമുക്ക് ഇതിലും വലിയൊരു മുന്നേറ്റം നടത്താമെന്ന് മാത്രമാണ് പറയുന്നത്. സക്കറിയ കുന്ന് നടത്തുന്ന ഈ ഏകദിന ഉപവാസത്തിന് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും എല്ലാവിധ പിന്തുണയും ഗോപാലേട്ടൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് കെട്ടി, എൻ്റെ സഹപ്രവർത്തകനും ഈ വാർഡിൻ്റെ മെമ്പറുമായ ബഷീർ, സഹപ്രവർത്തകനായ രതീഷ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട പത്രപ്രവർത്തകരെ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്കൂളിനോട് സ്നേഹം പ്രകടിപ്പിച്ച് ഈ സമരവേദിയിലേക്ക് സമരപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 2009 നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നിട്ടുണ്ട്. സൗജന്യ വിദ്യാഭ്യാസം മാത്രമല്ല അതിൽ പറയുന്നത്, ഓരോ സ്കൂളുകളുടെയും ദൂര പരിധിയും കൂടി പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സ്വാഗതം
ഇവിടെ പറഞ്ഞ PTA പ്രസിഡന്റ് പറയുകയുണ്ടായി നമ്മുടെ കുട്ടികളുടെ യാത്രാ ദുരിതത്തെ പറ്റി. കിലോമീറ്ററുകളോളം താണ്ടി ദുരിതമനുഭവിച്ച് ആ സ്കൂളിലെത്തിയാൽ ആ കുട്ടിയുടെ അവിടെ പഠിക്കുന്നതിൻ്റെ, ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സാമൂഹിക ബോധ്യമുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റും. വിദ്യാഭ്യാസം അവകാശമായ ഈ കാലഘട്ടത്തിൽ 109ഓളം വർഷം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അത്ര ആയിട്ടില്ല. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 എങ്കിൽ 109 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റുകൾക്ക് എന്താണ് തടസ്സമെന്ന് ജനങ്ങൾ ചോദിച്ചാൽ എങ്ങനെയാണ് ജനങ്ങളെ കുറ്റം പറയാൻ കഴിയുക? ഓരോ കാലഘട്ടത്തിലും ഓരോ ഗവൺമെന്റുകളും ഇവിടെ മാറി മാറി വന്നിട്ടുണ്ട്. നമുക്കൊക്കെ ഇപ്പോ ബലമായ സംശയം. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് പറഞ്ഞു, സ്വകാര്യ സ്കൂളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥ ലോബികൾ ഇതിൽ കളിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഏത് ഗവൺമെന്റ് വന്നാലും തീരുമാനങ്ങളും മറ്റും കൈക്കൊള്ളുന്നത് പലപ്പോഴും ഉദ്യോഗസ്ഥ ലോബികളാണ്. പണ്ട് G. സുധാകരൻ പറഞ്ഞ വാക്കുകളുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ പറ്റി. അത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അവകാശമാണ്. ഞാൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞ സ്കൂളിൽ അവരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഗവൺമെന്റിൽ ഫണ്ടില്ല? നയപരമായിട്ടുള്ള തീരുമാനം എടുക്കണമെന്നാണ് അന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. നയപരമായ തീരുമാനത്തിന്റെ ഭാഗം തന്നെയല്ലേ വിഴിഞ്ഞ സ്കൂൾ കൊടുത്തത്? എന്തുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിനെ നിങ്ങൾ കാണുന്നില്ല? എന്റെ ഞങ്ങളുടെ കുഞ്ഞു മക്കളുടെ മുഖം നിങ്ങൾ കാണുന്നില്ല? എന്റെ ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരുടെ ഉമ്മമാരുടെ വേദനകൾ നിങ്ങൾ കാണുന്നില്ല? അവരെ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു സ്കൂളിലേക്ക് തന്റെ കുട്ടി പുറപ്പെട്ടാൽ ആ കുട്ടി അവിടെ എത്തുന്നത് വരെ ആ ഉമ്മമാരുടെ മനസ്സെന്തായിരിക്കുമെന്ന്, ആ മനസ്സ് എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് കാണുന്നില്ല? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമരം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സക്കരിയ കുന്നിൽ ഒരു ദിവസം നിരാഹാരം ഇരുന്നാൽ മാത്രം ഈ സമരം വിജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയില്ല. പക്ഷേ ഇതൊരു തുടക്കമാണ്. ഈ തുടക്കം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഞാൻ മുമ്പ് പ്രൈമറി സ്കൂളാണ് ഈ സ്കൂൾ. പണ്ടുകാലത്ത് വിദ്യാഭ്യാസം ആകെ നിഷേധിച്ച ഒരു കാലഘട്ടത്തിൽ വളരെ പാവപ്പെട്ട ആൾക്കാർ വിദ്യാഭ്യാസത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരു സമയത്താണ് നമ്മുടെ സ്കൂൾ ഉത്ഭവിച്ചത് എന്ന് നമുക്ക് അറിയാം. അത്തരത്തിൽ സാമൂഹിക വ്യവസ്ഥയിൽ മനുഷ്യന്മാരെ അകറ്റി നിൽക്കുന്ന ഒരു കാലത്ത് അകറ്റി നിർത്തപ്പെട്ടവന് ഒരു വിദ്യാഭ്യാസം വേണമെന്ന് അന്നത്തെ ആ ഒരു നല്ലൊരു മനുഷ്യൻ വിചാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മധൂർ പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായിട്ടുള്ള ഈ സ്ഥലത്ത് ഇത്തരത്തിൽ നല്ലൊരു സ്കൂൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിനെ കുറിച്ചും സ്കൂളിന്റെ അപ്ഗ്രേഡിനെ കുറിച്ചൊക്കെ വായ്തോര കുറെ ആൾക്കാരൊക്കെ എല്ലാവരും സംസാരിക്കും. തീർച്ചയായിട്ടും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിനകത്ത് വലിയ തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിച്ച ഒരു ഗവൺമെന്റിന്റെ കാലം കൂടിയാണ് ഈ കടന്നു പോകുന്നത്. തൊട്ടപ്പുറത്തുള്ള മധൂർ സ്കൂളിന് കഴിഞ്ഞ പ്രാവശ്യം 1 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. തൊട്ടപ്പുറത്തുള്ള പട്ല സ്കൂളിന് 1 കോടിയിലപ്പുറം രൂപയാണ് നമ്മുടെ പട്ല സ്കൂളിന് അനുവദിച്ചത്. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയുമുള്ള ഈ മധൂർ പഞ്ചായത്തിനകത്ത് ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് പട്ല സ്കൂളാണ്. പിന്നീടുള്ളത് നമ്മുടെ കൂടുതലുള്ള ശ്രീ ഗോപാലകൃഷ്ണ സ്കൂളാണ്. അതിനപ്പുറം ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ വാർഡിൽ ഉള്ള ഏക UP സ്കൂളായിട്ടുള്ള GWUP സ്കൂൾ, GUPS ഉളയത്തട് ഹിദായത്ത് നഗറാണ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കാലക്രമേണ തന്നെ നമ്മുടെ നാട് വളരെ പിന്നോട്ടിലായിരുന്നു എന്ന വിഷയം ഈ സർക്കാരിന്റെ ശ്രദ്ധയിൽ നിരന്തരം ചെലുത്തേണ്ട വ്യക്തികൾ അവർ തീർച്ചയായിട്ടും ചെലുത്തേണ്ടതാണ്.
ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ഈ മെമ്പർ ആകുന്നതിന് മുമ്പ് ഇവിടെ നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്, DD ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ട്, അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമ്മിൽ പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നതല്ല. നമ്മുടെ നാടിന്റെ ഈ പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗമാണ്. ഈ വിദ്യാഭ്യാസ രംഗത്ത് ഈ ഉളിയത്തടുക്കയുടെ ഹൃദയഭാഗമായിട്ടുള്ള ഈ സ്ഥലത്ത് മധൂർ പഞ്ചായത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള LP സ്കൂളല്ല, ഭാവിയിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നീങ്ങേണ്ട കാലഘട്ടം എന്നേ കഴിഞ്ഞു. അതിനാണ് നമ്മുടെ പ്രയത്നം. തീർച്ചയായിട്ടും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സ്കൂളുകളായിരിക്കാം, തൊട്ടപ്പുറത്തുള്ള ഗവൺമെന്റ് സ്കൂളിന്റെ അതിരുകളായിരിക്കാം. എന്നിരുന്നാലും എല്ലാ സാങ്കേതികതകളെയും മറന്നുകൊണ്ട് നമ്മുടെ സ്കൂളിന് വരും കാലങ്ങളിൽ കുറച്ച് മാസത്തിനകം തന്നെ നമ്മുടെ സ്കൂളിന് അപ്ഗ്രേഡേഷൻ ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഈ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നമ്മൾ നിരന്തരം പഞ്ചായത്ത് മെമ്പർ ആകുന്നതിന് മുമ്പും അല്ലയും ഈ വാർഡ് മെമ്പർ പ്രതികരിക്കുന്ന സ്കൂളിനകത്തുള്ള വിഷയങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയമാണ്. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയും നമ്മുടെ പ്രതികരിക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും വേണ്ടിയും നിരന്തരം ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായിട്ടും എല്ലാ സാങ്കേതിക തടസ്സങ്ങളും മാറിക്കൊണ്ട് നമ്മുടെ നാടിന്റെ ഐശ്വര്യമായിക്കൊണ്ട് ഈ പറയുന്ന GWLP സ്കൂള് വരും കാലങ്ങളിൽ എല്ലാ മാറ്റത്തിനും അന്യായവും ആയിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കുമ്പള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ദേവപ്പ ആഴ്വ അദ്ദേഹം സ്ഥലം കൊടുത്ത് നിർമ്മിച്ച ഈ സ്കൂൾ ഈ നാടിൻ്റെ ഒരു വെളിച്ചവും ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക സ്തംഭവും എല്ലാമായിട്ട് ഇവിടെ നിലകൊള്ളുകയാണ്. ഈ കാലത്തിൻ്റെ ഇടയിൽ നമ്മുടെ നാടിനും സംസ്ഥാനത്തിനുമൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടായി. ഒരുപാട് സ്കൂളുകൾ ഉയർത്തപ്പെട്ടു. ഹൈസ്കൂളായും ഹയർ സെക്കൻഡറി ആയിട്ടും കോളേജുകളായിട്ടും എഞ്ചിനീയറിംഗ് കോളേജായിട്ടും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു. ഇങ്ങനെയൊക്കെ നാടിന് മാറ്റമുണ്ടായിട്ടും ഈ മധൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂൾ ഇപ്പോഴും ഒരു ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂളായി തുടരുന്നു എന്നുള്ളത് വളരെ പരിതാപകരമായൊരു സ്ഥിതിയാണ്. ഞങ്ങൾ ഈ ബസ്സിൽ പോകുമ്പോൾ ഈ സ്കൂളിൻ്റെ അപ്പോഴാണ് ഇത് വെറും LP സ്കൂളായിട്ടാണ് ഇപ്പോഴും തുടരുന്നത് എന്നുള്ളത് ഒരു അവിശ്വസനീയമായ കാര്യമാണ്. നേരത്തെ 3 സ്കൂൾ ഉള്ളത് കൊണ്ടാണ് പരിസരത്ത് എന്ന് പറഞ്ഞാൽ അല്പം മാറിയിട്ട് ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോഴും ഉയർത്താത്തത് എന്ന ന്യായീകരണമാണ് അധികൃതർ മുമ്പോട്ട് വെക്കുന്നത്. ഈ പറയുന്ന 2 സ്കൂളും മാനേജ്മെന്റ് തലത്തിലുള്ള എയ്ഡഡ് സ്കൂളുകളാണ്. പട്ള സ്കൂൾ മാത്രമേ ഒരു ഗവൺമെന്റ് സ്കൂളായിട്ട് ഉള്ളൂ. അവിടുത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഗതാഗത സൗകര്യത്തിൻ്റെ കുഴപ്പമുണ്ട്, ഗ്രൗണ്ട് അടക്കമുള്ള പശ്ചാത്തല സൗകര്യങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാമുള്ള ആവശ്യത്തിന് സ്ഥലവും ഗ്രൗണ്ടും ഒക്കെയുള്ള ഈ സ്കൂള് ഹൈസ്കൂളാക്കിയില്ലെങ്കിൽ പോകട്ടെ, ഒരു UP സ്കൂളെങ്കിലും എന്നേ ആവേണ്ടതാണ്. അപ്പോൾ ഇതൊന്നും അങ്ങനെയൊന്നും നമ്മുടെ അധികൃതർ ചിന്തിക്കുന്നില്ല, അതിനൊന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഈ നാടിനോടും ഇവിടുത്തെ ജനസമൂഹത്തോടും കാണിക്കുന്ന കടുത്ത അന്യായമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഈ കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂ എന്ന ചൊല്ല് പണ്ടേയുണ്ട്. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ കരയാത്ത കുഞ്ഞിനും കിട്ടേണ്ടതാണ് പാല്. കാരണം അത് അവകാശപ്പെട്ടതാണ്. ശബ്ദിക്കുന്നവന് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവന് മാത്രം കൊടുക്കുക എന്നുള്ളതല്ല ജനാധിപത്യ സംവിധാനം. എവിടെ ആർക്ക് എന്ത് എങ്ങനെ എപ്പോൾ വേണമെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് ജനാധിപത്യ സംവിധാനത്തിലെ ഭരണാധികാരികൾ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട് ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ സ്കൂൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം. ഇതാണ്
പക്ഷേ ഉദ്ദേശിച്ച തരത്തിൽ അതൊന്നും മുന്നോട്ട് പോയിട്ടില്ല. നമ്മുടെ മെഡിക്കൽ കോളേജ് ഇപ്പോഴും അതിൻ്റെ ആ പ്രാഥമിക തലത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കരഞ്ഞാൽ മാത്രം പോരാ, പോരാടുക കൂടി വേണം നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. കാസർഗോഡിനെയും കേരളത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ അധികൃതർ തയ്യാറാവണം. ഇവിടെയും വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികളൊക്കെ അവർക്കൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. ഇവിടുത്തെ നാട്ടുകാർക്ക് ചികിത്സ നേടാനുള്ള സൗകര്യങ്ങൾ വേണം. ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ള സ്ഥാപനങ്ങൾ വേണം. ഇങ്ങനെ പല ആവശ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ ഒരു 10 പേർക്ക് ജോലി ചെയ്യാനുള്ള ഒരു സർക്കാർ സ്ഥാപനമുണ്ടോ? എന്തെങ്കിലും ഫാക്ടറികളുണ്ടോ? ഉള്ളതെല്ലാം അടച്ചുപൂട്ടുന്നതല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും തുറക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് തന്നെ വളരെ സങ്കടകരമായ അവസ്ഥയായിട്ട് തോന്നുന്നുണ്ട്. ഒരു ഫാക്ടറി ഇല്ല, ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളില്ല, എല്ലാ കോഴ്സുകളും തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. അങ്ങനെ പലതുകൊണ്ടും നമുക്കെപ്പോഴും ഇല്ലായ്മകളുടെ കഥ പറയാൻ മാത്രമേ നേരമുള്ളൂ. അപ്പം ഇനി നമ്മൾ കഥ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. സമരരംഗത്തേക്ക് ഇറങ്ങണം, പോരാടണം. അതിനൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാ വിഭാഗീയതയും മറന്നുകൊണ്ട് ഒന്നിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ഇൻഫ്രയിലേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു സ്കൂൾ കെട്ടിടം എപ്പം കാണും. വലിയൊരു ഗ്രൗണ്ടിൽ ഒരു സ്കൂൾ ഇങ്ങനെ കാണും. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടൊന്നുമില്ല, ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ഒരു ക്രിക്കറ്റിന്റെ നെറ്റ്സ് ഞാൻ കണ്ടിരുന്നു. ക്രിക്കറ്റ് കളിക്കാനായിട്ട്, ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു നെറ്റ്സ് ആ ഭാഗത്ത് ഏകദേശം ഒരു അണ്ടർ-13, അണ്ടർ-14 എന്നെല്ലാം പറഞ്ഞാൽ 13 വയസ്സ് 14 വയസ്സിന്റെ ഒക്കെ ജില്ലാ ടീമൊക്കെ ഉണ്ട്. ആ ടീമിലൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ആണ് എൻ്റെ മനസ്സിലുള്ള ഒരു. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഇതൊന്നും പറഞ്ഞില്ല, പഠിക്കാനൊന്നുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഇതാണ്. പിന്നെയാണ് ഇത് അറിയുന്നുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ സ്ഥിരമായിട്ട് കാണും കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോയത് സ്ഥിരമായിട്ട്. അപ്പോൾ ആ നടക്കാൻ പോകുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ സക്കരിയായിട്ട് പരിചയപ്പെടുന്നതും സക്കരിയ എന്നോട് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ സത്യം പറയാം, അക്ഷരാർത്ഥത്തിൽ നെറ്റിപ്പോയ ഒരു സംഭവമാണ്. 109 വർഷമായിട്ടും ഇന്നും ഈ സ്കൂള് ഒന്നും ആവാത്തതിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നുള്ളത് ഈ നാട്ടുകാരുടെ പിടിപ്പുകേട് തന്നെയാണ്. അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. കാരണം കരിയുന്ന കുഞ്ഞിനേ പാലുള്ളൂ, അല്ലാത്ത ഒന്നും നോക്കണ്ട. കാരണം എന്താ പറഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ 1-ാം പ്രതിയാരി, ഇതിന്റെ 2-ാം പ്രതിയാരി, ഇതിന്റെ 5-ാം പ്രതിയാരി, ഇതിന്റെ 10-ാം പ്രതിയാരി എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ 100% ഇതാകുന്നതാണ്. പക്ഷെ ആ പ്രതികളൊന്നും നമ്മളെ മുമ്പിൽ വന്നിട്ട് ഞെളിഞ്ഞിട്ട് സംസാരിച്ചിട്ട് പോകുന്നല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഇതിന് അനുകൂലമായിട്ട് ഇനിയും സംസാരിക്കാം. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ സമരമൊക്കെ നമ്മൾ ഈ ചെമ്മനാട് പാലത്തിന്റെ ഇപ്പുറം മാത്രം അലതള്ളി നിൽക്കുന്ന സമരമാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഇതൊന്നും അങ്ങോട്ടേക്ക് എത്തുന്നില്ല. അങ്ങോട്ടേക്ക് എത്താടത്തോളം കാലം ഈ സാധനം നമ്മൾ കാസർഗോഡ് നിന്നാക്കി തരേണ്ടതല്ല. നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാക്കി തരേണ്ടതാണ്. ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ നിന്നിട്ട് ഒന്നും കാര്യമില്ല. ചെമ്മനാട് പാലത്തിന്റെ ഇപ്പറേ ഉള്ളൂ ഇതിന്റെ ഒരു ശക്തി എന്നൊക്കെ പറയുന്നത്. കാരണം കുറെ സമരങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ സമരത്തിന് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം ഇറങ്ങണം. ആദ്യമായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെയുള്ള കളക്ടറേറ്റിന്റെ മുമ്പിൽ ഒരു സമരം, രണ്ടാമത് പോയിട്ട് തിരുവനന്തപുരം, ഒരു മാസം മറ്റേ ഇതുപോലെ തന്നെ സക്കരി ചെയ്യുന്ന പോലെ തന്നെ ഒരു നിരാരാടയിരുന്നു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് എല്ലാ പത്രക്കാരും എല്ലാ മീഡിയക്കാരും അത് പിന്നെ പ്രകാശനം ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വിഷയം കേരളം തന്നെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് എത്തും. കാരണം സാധാരണ സംഭവമല്ല. 109 വർഷം 2 തലമുറ കഴിഞ്ഞ് പോയി അങ്ങോട്ട്. എന്നിട്ട് നമുക്ക് ആ UP എന്ന് പറയുന്നത് UP ആയിട്ട് തന്നെയാണ്. സ്ഥലം വെറുതെ കിടക്കുന്നു എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്കൂളിനെയാണ് ഈ രീതിയിൽ അവഗണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിയ ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും പറയാനുള്ളത്, ജനപ്രതിനിധികൾക്കും പറയാനുള്ളത്, ഞങ്ങൾ ഇവിടെ ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നാണ്. എന്നാൽ കഴിഞ്ഞ 109 വർഷമായി ഈ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന് കാരണമെന്നാണ് ജനങ്ങളോട് അവർ തുറന്നു പറയേണ്ടത്. യഥാർത്ഥ ഉത്തരങ്ങളാണ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇനിയും നമ്മൾ ഈ സമരത്തെ പിന്തുണക്കുന്നതോടൊപ്പം തന്നെ നിരന്തരമായ ചോദ്യങ്ങൾ ഇവിടത്തെ ഭരണകൂടങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്, സർക്കാരുകൾക്ക് മുമ്പിൽ ചോദിക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ
ഇവിടെ ഈ സമരത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്നുള്ള നിലയിൽ, അതിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നു എന്നുള്ള നിലയിൽ SDPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പിന്തുണയും വരാൻ പോകുന്ന സമരങ്ങൾക്കും ഈ സമരത്തിനും ഉണ്ടാകുമെന്ന് ഈ വേദിയിൽ വെച്ച് ഞാൻ പറയാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയത്താണെങ്കിൽ പോലും വ്യവസായ അനുമോദന സമിതിയുടെ ആളുകൾ, അതുപോലെ തന്നെ പത്രപ്രവർത്തകർ, മാതൃപത്രത്തിന്റെ ആളുകൾ, അതുപോലെ തന്നെ വിശിഷ്ട നമ്മുടെ PTA കമ്മിറ്റി അംഗങ്ങൾ, ക്ലബുകൾ, SDPയുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വിശിഷ്ട എല്ലാ ആളുകളും എന്തെങ്കിലും പേര് വിളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീമതി സൂചിപ്പിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 9 വർഷമായി പല ആളുകൾക്കും അറിയാം ഇത് നമുക്ക് വന്ന ആൾക്കാരുടെ ആർക്ക് വേണ്ടിയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയത്, എങ്ങനെയാണ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട്. ആ സ്വാതന്ത്ര്യ സമരം അന്ന് വിജയിക്കണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സ്കൂളിന്റെ അപ്ഗ്രേഡ് നമ്മുടെ ഗവർണർ രാജഗോപാൽ ആരൊക്കെ എന്ത് വിഷയം പറഞ്ഞാൽ ഈ സ്കൂളിന്റെ ഇപ്പൊ തന്നെ ഇവിടെ ഒരു കല്യാണത്തിന് സുരാജ് വെഞ്ഞാറൂർ വ്യവസായ അനുമോദന സമിതിയുടെ അതുപോലെ തന്നെ പത്രപ്രവർത്തകർ, മാതൃപത്രത്തിന്റെ ആളുകൾ, അതുപോലെ തന്നെ വിശിഷ്ട PTA കമ്മിറ്റി അംഗങ്ങൾ, ക്ലബുകൾ, SDPയുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വിശിഷ്ട എല്ലാ ആളുകളും എന്തെങ്കിലും പേര് വിളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീമതി ഇവിടെ സൂചിപ്പിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 109 വർഷമായി. ഇല്ലല്ലോ, നിങ്ങൾക്ക് സമരം ചെയ്യുന്നതിൽ എന്തേ ശമ്പളം ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ശമ്പളം ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഇത് 109 വർഷമായി. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ
9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.